പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 203 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിരർത്ഥകമാണെന്ന് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ വളരെ നിർബന്ധമായി പഠിപ്പിക്കുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസപ്രകാരം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാരും മരിക്കുന്നില്ല, അവരൊരു നാളും മരണം കണ്ടെത്തുകയില്ല എന്ന കർത്തൃവചനം അടിസ്ഥാനമായിട്ടാണ് സഭ വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാവുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തം അനുഭവിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നുള്ളത് കർത്താവ് ആണയിട്ട് കൽപ്പിച്ച വചനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക, ബോധ്യപ്പെടുക. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന കർത്തൃവചനം വിശ്വസിക്കുന്ന ഒരുവനും മരണം അനുഭവിക്കുകയില്ല. യോഹന്നാൻ 11:26. ജീവിച്ചിരിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് കൽപ്പിച്ചു. മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച് ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവർ ആരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മരണം കാണുകയില്ല. ക്രിസ്തുവിൽ ശരീരത്തിൽ വസിക്കുന്നവരും ശരീരത്തിൽ നിന്ന് വാങ്ങിപ്പോയവരും ഒരു ശരീരമായി, ജീവനുള്ള ശരീരമായി തന്നെ നിലനിൽക്കുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 26-ാം തിരുവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നാം പഠിക്കുന്നത്. മരിച്ചവർ ആരാകുന്നു? സങ്കീർത്തനങ്ങൾ 115:17 വാക്യത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും എന്ന് എഴുതിയിരിക്കുന്നതിനാൽ ഈ വചനപ്രകാരം 2 വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പഠിക്കണം. ഒന്ന്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും. 2, ദൈവത്തെ എന്നേക്കും സ്തുതിക്കുന്ന നമ്മൾ, നാമോ എന്നേക്കും സ്തുതിക്കും. അങ്ങനെ എന്നേക്കും സ്തുതിക്കുവാൻ തക്കവണ്ണം മൗനതയല്ലാതിരിക്കുന്ന സഭ ഉണ്ട് എന്നുള്ളതും ഈ വചനത്തിലൂടെ പഠിക്കണം. ആരാണ് മരിച്ചവർ എന്ന ചോദ്യത്തിന് സങ്കീർത്തനക്കാരൻ തന്നെ മറുപടി തരുന്നുണ്ട്. 9-ാം സങ്കീർത്തനം 17-ാമത്തെ തിരുവചനവും 31-ാം സങ്കീർത്തനം 17-ാമത്തെ തിരുവചനവും ചേർത്ത് പഠിച്ചാൽ മരിച്ചവർ അല്ലെങ്കിൽ മൗനതയിൽ ഇറങ്ങിയവർ ആരെല്ലാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരുമാണ് ഇവിടെ മരിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർ മൗനതയിലാകുന്നു എന്നത് ഇവിടെ നാം ശ്രദ്ധേയമായ ഒരവസ്ഥയായി കാണണം. മൗനത എന്നത് സിയോൾ എന്ന മൂലവാക്കിൻ്റെ പരിഭാഷയായിട്ടാണ്. ഇത് തന്നെയാണ് പാതാളം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് വാക്ക്. ആകയാൽ സഭയിൽ തിരുവചന അടിസ്ഥാനത്തിലും കർത്താവിൻ്റെ കൽപ്പനപ്രകാരവും നാം വ്യക്തമായി പഠിച്ചാൽ മരിച്ചവരായി ആരും സഭയിലില്ല. അങ്ങനെ മരിച്ചവരുടെ ഒരു സമൂഹമായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ആരും നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസപ്രകാരം ഇല്ല, നാം അത് ചെയ്യുന്നുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനമായ വിഷയം, ഒരാളുടെ പാപം മോചിക്കുവാൻ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമാണോ? അല്ലെങ്കിൽ ഒരാളുടെ പാപം മോചിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. അതെ,
തിരുവചനം വളരെ വ്യക്തമായി അതിന് മറുപടി തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 4:16 വാക്യം, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. പാപത്തിൻ്റെ ഫലം മരണമാകുന്നുവെന്ന അടിസ്ഥാനത്തിൽ സഹോദരൻ്റെ പാപത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് ജീവൻ കൊടുക്കും എന്ന് പറയുന്ന വചനം അവൻ്റെ പാപങ്ങൾക്ക് മോചനം ലഭിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതുന്നു, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പാപം ക്ഷമിക്കും, അവന് സൗഖ്യം നൽകും എന്നെല്ലാം യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമാക്കി കൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന, ഞങ്ങളിപ്പോൾ വിശ്വാസത്തിലാകുന്നു എന്ന് പറയുന്ന സമൂഹങ്ങൾ വിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ തിരുവചന സത്യങ്ങളാണ്. അവരാണ് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സഭയിലെ മക്കളെ വഴിതെറ്റിപ്പിക്കുന്ന സുവിശേഷവുമായിട്ട് നടക്കുന്ന വ്യാജാത്മാക്കൾ. വീണ്ടും എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? നാം പ്രാർത്ഥിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയല്ല, പിന്നെയോ ശരീരത്തിൽ വസിക്കുന്നവരും ശരീരം വിട്ടവരും ഒരു ശരീരമായി കർത്താവിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ ശരീരത്തിന് വേർപെട്ടവർക്ക് വേണ്ടിയും ശരീരത്തിൽ വസിക്കുന്നവർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയുടെ ബാധ്യതയാണ്. കാരണം നാം എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പോസ്തോലിക വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്നാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:15 പത്രോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്ന പോലെ ഇവരും വിശ്വസിക്കുന്നു. സഭയുടെ മക്കൾ അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കതായ ഒരു പ്രതിഫലമല്ല പ്രാപിക്കുന്നത്. എല്ലാവർക്കും ന്യായവിധിയുണ്ട്. ആ ന്യായവിധി കൃപയാലാകുന്നവന് ഭാഗ്യമെന്നത്രേ സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതല്ലാതെ ന്യായവിധിയിൽ അവനവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ആരെങ്കിലും രക്ഷ നീതീകരിക്കപ്പെടുമെന്നോ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നോ എന്നൊന്നും വചനം പഠിപ്പിക്കുന്നില്ല. പിന്നെയോ കൃപയാലത്രേ നാം വിശ്വാസം മൂലം ഈ രക്ഷയെ പ്രാപിക്കുന്നവർ. കൃപ അടിസ്ഥാനമായി ന്യായവിധിയെങ്കിൽ കൃപാസനത്തിൻ്റെ മുമ്പിൽ സകലരുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആ ന്യായവിധി നാളിൽ കരുണ ലഭിക്കുന്നതിനായിട്ടത്രേ നാം പ്രാർത്ഥിക്കുന്നത്. അത് ശരീരത്തിൽ വസിക്കുന്നവർക്കും ശരീരം വിട്ടവർക്കും നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അടിസ്ഥാന പ്രമാണം ന്യായവിധിയിൽ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന അപ്പോസ്തോലിക വിശ്വാസമാണ്. അതുകൊണ്ട് കൃപയാലുള്ള ന്യായവിധി പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായവിധിയിൽ കൃപ ലഭിക്കുന്നില്ലെങ്കിൽ ഒരു ജഡവും രക്ഷ പ്രാപിക്കുവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതും അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ആകയാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമല്ല. ക്രിസ്തുവിൽ ശരീരത്തോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി നിലനിൽക്കുന്നവർക്ക് വേണ്ടി ന്യായവിധിയെങ്കിൽ കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നതിനായിട്ടത്രേ നാം പ്രാർത്ഥിക്കുന്നത്. ന്യായവിധി ദിവസം വരെയും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അവകാശമുണ്ട്, ചുമതലയുണ്ട്. വീണ്ടും മരണത്തെക്കുറിച്ച് അധികമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 2021 ആണ്ട് ആ വർഷത്തെ 9ാമത്തെ എപ്പിസോഡ്, അന്ന് 23-9 എന്നെഴുതിയിട്ടുള്ള എപ്പിസോഡ് ദൈവം കള്ളം പറഞ്ഞുവോ എന്ന വിധത്തിലുള്ള ഒരു വിഷയം. അതിനകത്ത് ആദാമിനോട് കൽപ്പിച്ചു, നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. പക്ഷേ അവൻ ജീവിച്ചിരുന്നു, വീണ്ടും തലമുറയ്ക്ക് ജന്മം നൽകുന്നു. ഈ വിഷയവുമായി ചിന്തപ്പെടുത്തി
9ാമത്തെ എപ്പിസോഡ് 21-9 എന്ന എപ്പിസോഡ് കൂടെ ശ്രദ്ധിക്കുക. സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തന്നെ കൊടച്ചു.